വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആധുനിക ജീവിതത്തിലെ മാനസിക സംഘർഷം, അതായത് സ്ട്രെസ് ഇൻ മോഡേൺ ലൈഫ്. മറ്റ് ഏതൊരു കാലഘട്ടത്തെ അപേക്ഷിച്ച് നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിനെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിട്ട് മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിതെന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ, വർദ്ധിച്ചു വരുന്ന വ്യവസായവൽക്കരണം. ഇത് കൂടുതൽ സ്ഥലങ്ങളെ നഗരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായി ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടമായി നഗരങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അതായത് ഓരോ ദിവസം കഴിയുന്തോറും സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു, വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു, തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നു. അതേപോലെ അനേകം അഡ്വാൻസ്മെന്റുകൾ, പുരോഗതികൾ പല രീതികളിലാണ് മനുഷ്യരെ ഇന്ന് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലമായി സാമൂഹികവും അതേപോലെ കൾച്ചറലും ആയിട്ടുള്ള അഥവാ സാംസ്കാരികവുമായിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. നോക്കൂ, ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണ്? ജീവിത നിലവാരത്തിൽ, ജീവിത ശൈലിയിൽ, ആഹാര രീതികളിൽ, ആളുകൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിൽ, എല്ലാ മണ്ഡലത്തിലും സമൂലമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായി മുൻപോട്ട് പോകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ അതുമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വരുന്നു, അതുമായി പൊരുത്തപ്പെട്ടു പോകേണ്ടി വരുന്നു. കാരണം ഇന്ന് നമ്മുടെ സമൂഹം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വേഗത്തിനൊത്ത് എനിക്കും പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫലമായി എവിടെ നോക്കിയാലും ആവശ്യമില്ലാത്ത തിരക്കുകളും അനാവശ്യമായ ഉത്കണ്ഠയും എല്ലാം വർദ്ധിക്കുന്നു. ഇതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് ഇന്ന് ആധുനിക ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും. നമ്മുടെ ശരീരത്തിന് ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ഉണ്ട്. ഏതൊരു സാഹചര്യവുമായിട്ടും പൊരുത്തപ്പെട്ടു പോകുവാനുള്ള ഒരു സിസ്റ്റം നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിനുള്ളത് നമുക്കറിയാം. അതാണ് അഡാപ്റ്റേഷൻ. ഇപ്പോ കള്ളിമുൾ ചെടിക്ക് മരുഭൂമിയിൽ ജീവിക്കുവാനുള്ള അഡാപ്റ്റേഷൻ ഉണ്ട്. മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ ജീവിക്കുവാനുള്ള അഡാപ്റ്റേഷൻ ഉണ്ട്. പക്ഷികൾക്ക് ആകാശത്തിൽ പറക്കുവാനുള്ള അഡാപ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഏതൊരു ജീവിയും അതിൻ്റെ എൻവയോൺമെന്റുമായി പൊരുത്തപ്പെട്ടു പോകുന്നത് ഈ അഡാപ്റ്റീവ് മെക്കാനിസം നല്ലതുപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോൾ ആ മാറ്റത്തിനൊത്ത് ചിന്തിക്കുവാനും ആ മാറ്റത്തെ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് പ്രതികരിക്കുവാനുമുള്ള ഒരു മാനസിക തലം നമ്മുടെ ഉള്ളിലുമുണ്ട്. എന്നാൽ എപ്പോഴോ അല്ലെ നേരത്തെ പറഞ്ഞതുപോലെ വർദ്ധിച്ചു വരുന്ന ആ തിരക്ക്, അതിനൊത്ത് നമുക്ക് നമ്മുടെ സ്പീഡ് കൂട്ടാൻ സാധിക്കാതെ വരികയും നമ്മുടെ മൊത്തത്തിലുള്ള ആ അഡാപ്റ്റീവ് മെക്കാനിസത്തെ ചലഞ്ച് ചെയ്യുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം സാഹചര്യങ്ങളെയാണ് നമ്മൾ സ്ട്രെസ്സേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് മാനസിക സംഘർഷത്തിനുള്ള കാരണങ്ങൾ. ആ സ്ട്രെസ്സേഴ്സ് നമ്മളിലേക്ക് വരുമ്പോൾ അത് നമ്മളുടെ മാനസിക അവസ്ഥയെ ഒന്ന് ചെറുതായിട്ട് ഉലയ്ക്കുന്നു, അതിൻ്റെ സ്വാഭാവിക അവസ്ഥയൊന്ന് മാറ്റുന്നു. ആ അസാധാരണമായിട്ടുള്ള അവസ്ഥാവിശേഷത്തെ നമുക്ക് സ്ട്രെസ് എന്ന് വിളിക്കാം. ഈ സ്ട്രെസ് സ്ത്രീകളെയും പുരുഷന്മാരെയും യുവാക്കളെയും പ്രായമുള്ളവരെയും എല്ലാവരെയും സ്വാധീനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടുതലായി
ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന, അത് അറ്റാച്ച്ഡ് ലൈഫ് പറയാറില്ലേ, പിടിച്ചിരിക്കുന്നു. ഒന്നിനും ഫ്രീഡം ഇല്ലാതെ ഏതെങ്കിലും ഒന്നിൽ തന്നെ പിടിച്ചിരിക്കുന്ന ആ ഒരു ജീവിത ശൈലി എല്ലാവരെയും ഇന്ന് ബാധിച്ചു കഴിഞ്ഞു. കാരണം ഞാനും എൻ്റെതും മാത്രം. അതിനപ്പുറത്തുള്ള ഒരു ലോകത്തെ കുറിച്ച് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന, ഒരു മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ചെറുപ്പക്കാരായാലും കുട്ടികളായാലും എല്ലാവരും ഇന്ന് അവരിലേക്ക് മാത്രം ഒതുങ്ങാൻ തുടങ്ങി. ഇത് ഓരോ വ്യക്തികൾക്കും അവരുടെ രീതിക്കനുസരിച്ച് മാറ്റങ്ങൾ വരാം. അതായത് ലിംഗം, പ്രായം, മനോഭാവം എന്നീ ഘടകങ്ങളെല്ലാം തന്നെ നമ്മളുടെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഥവാ സ്ട്രെസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. വ്യത്യസ്ത പ്രായക്കാരിൽ സ്ട്രെസ് ഡിഫറൻ്റ് ആയിരിക്കും. വ്യത്യസ്ത ലിംഗക്കാരിൽ സ്ട്രെസ് ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ ആറ്റിറ്റ്യൂഡ് അല്ലെ മനോഭാവമുള്ള വ്യക്തികളിലും അത് വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഹൈ സ്പീഡ് ഡ്രൈവിംഗ്, അതെ, വളരെ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക, ലൗഡ് മ്യൂസിക്, വലിയ ഉച്ചത്തിലുള്ള പാട്ട്, പിന്നെ ക്രൗഡ്, ആൾക്കൂട്ടം, നോയിസ്, ശബ്ദം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചില ആളുകളിൽ വളരെ രീതിയിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ചിലർക്ക് ഇതൊക്കെ ആസ്വാദികരവുമാണ്. ഉദാഹരണത്തിന് ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ചിലരിൽ ഭീതിയും സ്ട്രെസ്സും ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റു ചിലർക്ക് ആ സ്പീഡ് ഡ്രൈവിംഗ് ഒരു ത്രില്ലാണ്. ചിലർക്ക് ഒച്ചത്തിലുള്ള പാട്ട് കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുമെങ്കിൽ മറ്റു ചിലർക്ക് അത് ആസ്വാദ്യകരമാണ്. അത് ചുരുക്കി പറഞ്ഞാൽ ചില സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്. ഒരു കൂട്ടർക്ക് സ്ട്രെസ് ആകുമെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് അതങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പൊതുവായ ഒരു തത്വത്തിൽ ഇന്നതാണ് സ്ട്രെസ്സേഴ്സ് എന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ല. ഒരു വ്യക്തിക്ക് സ്ട്രെസ്സർ ആകുന്ന ഒരു കാരണമോ സാഹചര്യമോ മറ്റൊരു വ്യക്തിക്ക് അങ്ങനെ ആകണമെന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സ്ട്രെസ്സേഴ്സ് എന്നാൽ എന്ത്, ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു ലിസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് നോയ്സ് സ്ട്രെസ് ഉണ്ടാക്കുമെങ്കിൽ വേറൊരാൾക്ക് ആ നോയ്സ് അവരതിനെ ആസ്വദിക്കുന്നതായിരിക്കും. അവർ പറയും എനിക്ക് അങ്ങനെയല്ല എന്ന് പറയും. അപ്പൊ ഒരു പൊതുവായ സിദ്ധാന്തവൽക്കരണം ഇവിടെ സാധ്യമല്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കിയത്. ഇനി സ്ട്രെസ്സിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അനേകം കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം, കൺസ്യൂമറിസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റിൽ അനേകം സാധനങ്ങൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ സാധന സാമഗ്രികൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഒരു അട്രാക്റ്റീവ് കൺസ്യൂമറബിൾ ഐറ്റംസിലേക്ക് വരികയാണ്. നമ്മളെല്ലാം അത് അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ പലപ്പോഴും നല്ലൊരു കൺസ്യൂമറായി മാറുകയാണ് പലതിൻ്റെയും. അതായത് പ്രയോജനകരമായിട്ടുള്ള സാധനങ്ങൾ അത് കാണുമ്പോൾ അത് വാങ്ങണം, അത് ഉപയോഗിക്കണം എന്നുള്ള ടെൻഡൻസി സ്വാഭാവികമായിട്ടുണ്ടാകും. അത് വാങ്ങിയാൽ എന്താ, അത് ഉപയോഗിച്ചാൽ എന്താ, ഈ ചിന്ത സ്വാഭാവികമായി സാധനങ്ങൾ കാണുമ്പോൾ, അതിൻ്റെ പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനെ അതിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് മാത്രമാണോ ഈ സാധനങ്ങൾ വാങ്ങണം എന്നുള്ള കൺസ്യൂമറിസം മെന്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വളർത്തും. എനിക്കത് വേണം, അത് വാങ്ങിയാൽ എന്താ, പതുക്കെ മുൻപോട്ട് പോകെ അത് കൂടിയേ തീരൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അതെന്നെ അത് വാങ്ങാൻ കൂടുതൽ പ്രേരണയും പ്രലോഭനവും നൽകുന്നു. അതിൻ്റെ ഫലമായി കമ്പാരിസണും കോമ്പറ്റീഷനും ആരംഭിക്കുന്നു. മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യും. അവർക്ക് അതുകൊണ്ട് എനിക്കതില്ലല്ലോ, അതുകൊണ്ട് ഞാനും വാങ്ങണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അല്ല, അവരെന്ത് വിചാരിക്കും, അവര് വലിയ വീട് വെച്ചല്ലോ, അപ്പൊ ഞാനെങ്ങനെ ചെറിയ വീട്ടിൽ താമസിക്കുക, അത് പറ്റില്ല, എനിക്കും അവരെക്കാൾ വലിയൊരു വീട് വെക്കണം. ഇങ്ങനെ ഏത് കാര്യത്തിലും ഒരു പ്രലോഭനത്തിലേക്ക് വന്നിട്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ മറ്റുള്ളവരുമായി ഒന്ന് ജോലിയിലോ
അല്ലെങ്കിൽ വരുമാനത്തിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ വീടിലോ അല്ലെ കാറ് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുകയും പിന്നെ അത് നേടിയെടുക്കുന്നത് എങ്ങനെ അവരുമായിട്ടൊരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യും. അതിൽ നമ്മൾ പല ആഗ്രഹങ്ങളും വെക്കുന്നു. ആയിത്തീരണം, അവരുടേതുപോലുള്ള സാധനം വാങ്ങണം, അവരെ പോലെ ആകണം എന്നൊക്കെ വിചാരിക്കുമെങ്കിലും മെജോറിറ്റി ആഗ്രഹങ്ങളും ചിലപ്പോൾ സാധിക്കാതെ വരും. അതായത് എൻ്റെ മനസ്സിൽ സാധിക്കാതെ പോയ ധാരാളം ആഗ്രഹങ്ങൾ, മോഹഭംഗങ്ങൾ എൻ്റെ മനസ്സിൽ ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ ഫലമായിട്ട് ഡിസാറ്റിസ്ഫാക്ഷൻ, ഒന്നിലും തൃപ്തിയില്ലായ്മ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, പിന്നെ തന്നേക്കാൾ ഉയർന്നവരോട് തനിക്കില്ലാത്തത് ആർക്കൊക്കെയുണ്ടോ അവരോടുള്ള ജലസി, പിന്നെ ഒരുതരം വെറുപ്പ്, പിന്നെ ആങ്സൈറ്റി ഇത്യാദി മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ സംഘർഷഭരിതമാകുന്നു, ചിന്തകൾ കൊണ്ട് പ്രക്ഷുബ്ധമാകുന്നു. അത്തരത്തിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അത്തരം സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ഇമോഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്ട്രെസ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ സ്വയം നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യൂ. ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും ഒരു മനോഭാവം എൻ്റെ ഉള്ളിൽ വരികയും അതുമായി ബന്ധപ്പെട്ട് അനേകം ചിന്തകൾ, ഇപ്പൊ ദേഷ്യം വരുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ചിന്തകളാ മനസ്സിൽ വരുന്നത്, എത്ര ഫാസ്റ്റായിട്ടാ ചിന്തിക്കുന്നത് നമ്മൾ. അതുപോലെ അസൂയ വരുമ്പോൾ, വെറുപ്പ് വരുമ്പോൾ, ഉത്കണ്ഠ വരുമ്പോൾ ഈ സമയത്തേക്കൊക്കെ നോക്കൂ, നമ്മൾ സ്വാഭാവികമായ ചിന്താധാരയിൽ നിന്നും വിട്ടിട്ട് അസാധാരണപരമായ ചിന്തയിലേക്ക് പോകും. ആ സമയത്തുള്ള ചിന്തകളുടെ എണ്ണം, ചിന്തകളുടെ സ്പീഡ്, ചിന്തകളുടെ സാന്ദ്രത ഇതെല്ലാം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. ഞാനായിട്ട് ഉണ്ടാക്കിയ ചിന്തകൾ പിന്നീട് എന്നെ തന്നെ ഭരിക്കാൻ തുടങ്ങുന്നു. ചിന്തകളുടെ യജമാനായ ഞാൻ പിന്നീട് ചിന്തകൾക്ക് അടിമയായി തീരുന്നു. അങ്ങനെ അനേക തരത്തിലുള്ള വ്യക്തിത്വ ഭാവങ്ങൾ, മനോഭാവങ്ങൾ നമ്മൾക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ ഒന്ന് അസംതൃപ്തി, എന്ത് കിട്ടിയാലും അവർക്കതുണ്ടല്ലോ, എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ, കിട്ടിയല്ലോ എന്നുള്ളതല്ല, എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ. ആ കമ്പാരിസൺ വെക്കുമ്പോൾ എനിക്ക് തൃപ്തിയില്ല കിട്ടിയതിൽ. എനിക്ക് കിട്ടാതെ വന്നാലോ അതിൽ ദേഷ്യം, ഒട്ടും കിട്ടിയില്ലെങ്കിലോ കിട്ടിയവരോടുള്ള ഒരുതരം ജലസി, അതിനെ തുടർന്ന് മറ്റുള്ളവരുടെ വെറുപ്പ്, പിന്നെ ആകുമോ, ആയിത്തീരാൻ പറ്റുമോ, എന്ത് ചെയ്യും, എങ്ങനെ ആയിത്തീരും, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ധാരാളം ഊഹാപോഹങ്ങളും അതിൽ നിന്ന് ഉടലെടുക്കുന്ന വൈനാണ് ഉത്കണ്ഠയും. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളിലുള്ള ഇമോഷണൽ സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്ട്രെസ് ആണ്. ഇത് ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കും. ഈ പറയുന്ന കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്ന്, ഈ പറയുന്ന കമ്പാരിസൺ, കോമ്പറ്റീഷൻ, അതുമായി ബന്ധപ്പെട്ട് ഇത്യാദി മനോഭാവങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പരിഗണിക്കുക തന്നെ വേണം. കാരണം ഒരു രോഗം ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തെങ്കിൽ മാത്രമേ അതിനു വേണ്ടി മാത്രം പ്രത്യേക ചികിത്സ നടത്താൻ പറ്റുള്ളൂ. അതേപോലെ സ്ട്രെസ്സും പല രീതികളിൽ ഉണ്ടാകാം, പല കാറ്റഗറി ഉണ്ട്. ഏതേത് സ്ട്രെസ്സാണ് എന്നിൽ ഉണ്ടാകുന്നതെന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നല്ലൊരു മെക്കാനിക്കിന് ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പറയാൻ സാധിക്കും അതിന്റെ ഇന്ന പാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട്. ഒരു സ്ക്രൂവിന്റെ പൊസിഷൻ പോലും ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ്, ആ വ്യക്തിയെ സംബന്ധിച്ചോളം അത് റിപ്പയർ ചെയ്യുക വളരെ ഈസിയാണ്. അതേപോലെ നമ്മളും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ് ലെവൽ, സ്ട്രെസ്സിന്റെ കോസ് ഏതാണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് അതിന് ഒരു പൂർണ്ണമായിട്ടുള്ള റെമഡി അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് സൈക്കോളജിക്കൽ സ്ട്രെസ്? ആ സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതുമൂലം എനിക്കുണ്ടാകുന്ന
മനോഭാവങ്ങൾ എന്തൊക്കെ? ഒരു രോഗം വരുമ്പോൾ നമുക്ക് രോഗലക്ഷണം പഠിക്കാം, ഡിസീസ് ആൻഡ് സിംറ്റംസ് ആ പറയുക. അതുപോലെ സൈക്കോളജിക്കൽ സ്ട്രെസ് ആൻഡ് ഇറ്റ് സിംറ്റംസ്, ആ സിംറ്റം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.